സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയിൽ നിർണായക മുന്നേറ്റം നടത്തി രാജ്യം. സെമി കണ്ടക്ടർ നിർമ്മാണത്തിനുള്ള ഒരു വിശ്വസനീയ കേന്ദ്രമായി ഇന്ത്യ ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 2024-25 കാലയളവിൽ 45-50 ബില്യൺ ഡോളറായിരുന്ന ഇന്ത്യൻ സെമി കണ്ടക്ടർ വിപണി 2030 ആകുമ്പോഴേക്കും 100-110 ബില്യൺ ഡോളറിലെത്തുമെന്നാണ് പ്രതീക്ഷ. ലോകം കൂടുതൽ ഡിജിറ്റലൈസേഷനിലേക്കും ഓട്ടോമേഷനിലേക്കും നീങ്ങുമ്പോൾ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയും അതിവേഗം വളരുന്നു. ആധുനിക ഇലക്ട്രോണിക്സിന്റെ നട്ടെല്ലായ സെമി കണ്ടക്ടറുകൾ വിവിധ ഉപകരണങ്ങളിലെ മറഞ്ഞിരിക്കുന്ന തലച്ചോറുകളായി പ്രവർത്തിക്കുന്നു. ചിപ്പുകൾ വിവരങ്ങൾ സംഭരിക്കുകയും പ്രോസസ് ചെയ്യുകയും കൈമാറുകയും ചെയ്യുന്നു. കൂടാതെ ഡാറ്റ സംഭരിക്കുക അല്ലെങ്കിൽ വൈദ്യുത സിഗ്നലുകൾ സെൻസിംഗ് ചെയ്യുക തുടങ്ങിയ ജോലികൾ ചെയ്യാൻ ഉപകരണങ്ങളെ ഇവ സഹായിക്കും. ഉദാഹരണത്തിന് ചന്ദ്രയാൻ 3 മിഷനിൽ വിക്രം ലാൻഡർ സങ്കീർണമായ തീരുമാനങ്ങളെടുത്ത് സ്വന്തമായി സുരക്ഷിതമായ ലാൻഡിംഗ് സ്ഥലം കണ്ടെത്താൻ ഇന്ത്യൻ നിർമ്മിത സാങ്കേതിക വിദ്യയും AI-യും ഉപയോഗിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച 5 സെമി കണ്ടക്ടർ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉടൻ തന്നെ മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. Nowhere in the world has such a large talent development program ever taken up in the field of semiconductors. IIT Hyderabad is one of the very active users of these tools. 700 students have utilized these tools for approximately 3 lakh hours over the last 6 months, and I'm delighted to share that out of the 20 chipsets which have been designed by students using these tools from across the country, starting from IIT Jammu to here in IIT Hyderabad, 8 semiconductor chips have already been taped out, designed by students and manufactured using the tools provided by India Semiconductor Mission. It's a matter of pride for all of us. ചിപ്പ് നിർമ്മാണത്തിലും സാങ്കേതിക അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി ഇത് അടിവരയിടുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ചിപ്പ് ഈ വർഷം പുറത്തിറങ്ങുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Today, as we speak, already we have 6 units which are under construction. The first made in India chip, manufactured in India chip on a commercial scale, will be manufactured in this year 2025. The way we have created the talent pool, the way we are promoting the design, and the way we are going deeper into the capital equipment and the materials required for semiconductors, India will become one of the top 5 semiconductor nations in the world in the coming years. To develop talent, we have given the latest EDA tools from Cadence, Synopsys and Siemens to about 270 colleges and institutions, 270 colleges and institutions. Add the access provided to the startups, and this number is 340. Nowhere in the world has such a large talent development program ever taken up in the field of semiconductors. നിലവിൽ തായ്വാൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ആധിപത്യം പുലർത്തുന്നത്. ലോകത്തിലെ സെമി കണ്ടക്ടറുകളിൽ 60%-ലധികവും തായ്വാൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും നൂതനമായവയുടെ 90%-വും ഉൾപ്പെടുന്നു. ഇന്ത്യൻ സെമി കണ്ടക്ടർ വിപണിയുടെ വലിപ്പം 2023-ൽ 38 ബില്യൺ ഡോളറും 2024-25-ൽ 45-50 ബില്യൺ ഡോളറുമായിരുന്നു. വ്യവസായ സൗഹൃദ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി ഇലക്ട്രോണിക് സിസ്റ്റംസ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ്, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, സെമികോൺ ഇന്ത്യ പ്രോഗ്രാം പോലുള്ള നിരവധി സംരംഭങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 2021 ഡിസംബറിലാണ് കേന്ദ്രമന്ത്രിസഭ 76,000 കോടി രൂപ വകയിരുത്തി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് അംഗീകാരം നൽകിയത്. ആഗോള ഇലക്ട്രോണിക്സ് മൂല്യ ശൃംഖലകളിലേക്കുള്ള ഇന്ത്യയുടെ സംയോജനം ശക്തിപ്പെടുത്തുന്നതിന് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ, ഡിസ്പ്ലേ നിർമ്മാണം, ചിപ്പ് ഡിസൈൻ എന്നിവയിലെ നിക്ഷേപങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനും രൂപകൽപ്പനയ്ക്കുമുള്ള ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ സ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു സെമി കണ്ടക്ടർ ഡിസ്പ്ലേ ആവാസ വ്യവസ്ഥ നിർമ്മിക്കാനും ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സെമി കണ്ടക്ടർ മേഖലയിലെ നൈപുണ്യ വികസനത്തിനായി പരിശീലന വർക്ക്ഷോപ്പുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ എന്നിവയും നൽകുന്നുണ്ട്. അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ 85,000 എഞ്ചിനീയർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടിയും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു സെമി കണ്ടക്ടർ യൂണിറ്റ് കൂടി സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. HCLന്റെയും ഫോക്സ്കോണിന്റെയും സംയുക്ത സംരംഭമായ ഈ യൂണിറ്റ് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഓട്ടോമൊബൈലുകൾ, PC-കൾ, ഡിസ്പ്ലേയുള്ള മറ്റ് നിരവധി ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പുകൾ നിർമ്മിക്കും. കഴിഞ്ഞ മാസം സർക്കാരിന്റെ ചിപ്പ് ഡിസൈനിംഗ് സ്കീമിന്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പായ നേത്ര സെമിക്ക് വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപമായി 107 കോടി രൂപ ലഭിച്ചു. ഒരു മെയിൻ ചലഞ്ച്, അതായത് സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഒരു മേജർ ചലഞ്ചാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫണ്ടിങ് വഴി അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല ഇതുവഴി കൂടുതൽ R&D എൻഹാൻസിങ്ങിനും മാർക്കറ്റ് ആക്സസ് കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നതിനും കസ്റ്റമേഴ്സുമായിട്ട് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യുന്നതിനും സാമ്പിൾസ് കൊടുക്കുന്നതിനും ഈ ചിപ്പുകളെ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റിയോടുകൂടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകുന്നതിനും ഈ ഫണ്ടിങ് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് ഈ മേഖലയിൽ, എസ്പെഷ്യലി സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ മേഖലയിൽ ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ്. അതൊരു 15 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി. ഇന്ത്യയിലൊട്ടാകെയുള്ള 4 സ്റ്റാർട്ടപ്പുകൾക്കാണ് ആദ്യമായി DLI സ്കീം കിട്ടിയത്. ആൻഡ് നേത്ര സെമി അതിൽ ഒരു കമ്പനിയാണ്. സ്മാർട്ട് വിഷൻ, CCTV ക്യാമറകൾ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആപ്ലിക്കേഷനുകൾ എന്നിവയ്ക്കായി ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ കമ്പനി പ്രവർത്തിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമുള്ള ഈ ശ്രമങ്ങൾ ഉപഭോക്താവിൽ നിന്ന് ആഗോള സെമി കണ്ടക്ടർ മൂല്യശൃംഖലയിലെ ഒരു പ്രധാന സ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ചിപ്പ് ഡിസൈൻ എഞ്ചിനീയർമാരിൽ ഏകദേശം 20% ഇന്ത്യയിലാണ്. സെമി കണ്ടക്ടർ മേഖലയിലെ ഈ പ്രാവീണ്യത്തെ അടിത്തറയാക്കി ഒരു ശക്തമായ ആവാസ വ്യവസ്ഥയുടെ വികസനത്തിന് സർക്കാർ സൗകര്യമൊരുക്കുന്നു. പ്രമുഖ സെമി കണ്ടക്ടർ കമ്പനികൾ ഇന്ത്യയിൽ ചിപ്പ് ഡിസൈനും ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത 3NM സെമി കണ്ടക്ടർ ചിപ്പ് അടുത്തിടെ അനാച്ഛാദനം ചെയ്തു. ഇത് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ സാങ്കേതിക കഴിവുകളും ആഗോള സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ഇന്ത്യൻ ഡിസൈൻ കേന്ദ്രങ്ങളുടെ പ്രാധാന്യവും പ്രദർശിപ്പിക്കുന്നു. VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് നിർമ്മാണത്തിനായി AICTEയുടെ പുതിയ പാഠ്യപദ്ധതി നിലവിലുണ്ട്. കോഴിക്കോട് NIELITയിലെ സ്മാർട്ട് ലാബ് രാജ്യവ്യാപകമായി 1 ലക്ഷം എഞ്ചിനീയർമാരെ പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. 44,000-ലധികം എഞ്ചിനീയർമാർക്ക് ഇതിനോടകം പരിശീലനം നൽകിയിട്ടുണ്ട്. ലാം റിസർച്ച്, IBM, പേർഡ്യൂ യൂണിവേഴ്സിറ്റി തുടങ്ങിയ വ്യവസായങ്ങളുമായും സർവകലാശാലകളുമായും സഹകരണം ഈ മേഖലയിലെ നൈപുണ്യ വികസനത്തിന് ആക്കം കൂട്ടുന്നു. അംഗീകൃത കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിക്കുകയും പുതിയ പദ്ധതികൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനുള്ള ഒരു വിശ്വസനീയ കേന്ദ്രമായി രാജ്യം സ്വയം സ്ഥാനം പിടിക്കുന്നു. ഇത് രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ, ദേശീയ സുരക്ഷ, സാങ്കേതിക സ്വാശ്രയത്വം എന്നിവയെ കൂടി ശക്തിപ്പെടുത്തുന്നു.